ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ലോകത്തിലെ ഏറ്റവും ചെറിയ ചർച്ച് എന്നറിയപ്പെടുന്ന ചർച്ചാണ് കാനഡയിലുള്ള നയാഗ്രയിലുള്ള ന്യൂ വാട്ടർ ചർച്ച്. ഈ ചർച്ച് കാണാനായിട്ട് ലോകത്തിൽ അനേകം ആളുകൾ ഇവിടെ വന്ന് ഈ ചർച്ച് കാണുകയും ഈ ചർച്ചിനകത്ത് അവിടെ സൈൻ രേഖപ്പെടുത്തി ചെയ്യാറുണ്ട്. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നതും യേശുക്രിസ്തുവിൽ ലഭിക്കുന്ന സമാധാനവും എത്ര അനുഗ്രഹമാണ്. യേശുവിനെ നമുക്ക് ആരാധിക്കാൻ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കാരണങ്ങൾ യേശു ഏകദൈവമായി സത്യദൈവമായി ആരാധിക്കാൻ നമുക്കുണ്ട്. അതിൽ ഏറ്റവും വലിയ കാരണങ്ങൾ യേശുക്രിസ്തുവിന്റെ പ്രഖ്യാപനങ്ങളാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. യേശുക്രിസ്തുവാക്കുന്ന വഴിയിലൂടെ യേശുക്രിസ്തുവാക്കുന്ന ജീവൻ കണ്ടെത്തി യേശുവിനെ ആരാധിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. മറ്റൊരുത്തർ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ കീഴിൽ നൽകപ്പെട്ട യേശുക്രിസ്തു നാം അല്ലാതെ വേറെ ഒരു നാമവും ലഭിക്കുക. യേശുക്രിസ്തുവിന്റെ മാർഗവും യേശുക്രിസ്തുവിന്റെ നാമവും ലോകത്തിൽ എവിടെയൊക്കെ ചെല്ലപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഈ ചർച്ചിന് ചുറ്റും അനേകർ നിൽക്കുകയാണ് ചർച്ച് കാണാനായിട്ട്. ഈ ലോകത്തിൽ സുവിശേഷം എവിടെയെല്ലാം ചെന്നിട്ടുണ്ടോ, യേശുവിന്റെ മാർഗം എവിടെയെല്ലാം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ്. ഒരു വ്യക്തി യേശുവിനെ സ്വീകരിച്ചാൽ ആ വ്യക്തിക്ക് മാറ്റം ഉണ്ടാകും, ആ കുടുംബത്തിന് മാറ്റം ഉണ്ടാകും, ആ ദേശത്തിന് മാറ്റം ഉണ്ടാകും, ആ സമൂഹത്തിന് മാറ്റം ഉണ്ടാകും. യേശുവിന്റെ മാർഗം ഉയർന്നത്, യേശുവിന്റെ മാർഗം ഏറ്റവും ഉന്നത ഉദാത്തമായത്, യേശുവിലേക്ക് അനേകരെ സ്വീകരിപ്പാൻ, യേശുവിലേക്ക് അനേകർ അനയിക്കപ്പെടാൻ വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷം ലോകത്തിലെല്ലാം പരക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നമുക്കായി വലിയവ ഒരുക്കിയ വലിയ ദൈവം, നാമറിയാതെ നമുക്കായി വലിയവ ഒരുക്കിയ വലിയ ദൈവം. ഭാഗ്യവാന്മാർ ഭാഗ്യവാന്മാർ, നാം എത്ര ഭാഗ്യവാന്മാർ, ഭാഗ്യവാന്മാർ